നമസ്കാരം. ചുറ്റിലുമുള്ള തൊഴിലവസരങ്ങളെ ഏറ്റവും വിശദമായും കൃത്യമായും നിങ്ങളിലേക്ക് എത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ന്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന തൊഴിലവസരങ്ങളിലേക്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വിവിധ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ആകെ 1025 ഒഴിവുകളാണ് ഉള്ളത്. 1000 ഒഴിവുകൾ ഓഫീസർ ക്രെഡിറ്റ് തസ്തികയിലാണ് ഉള്ളത്. ഓഫീസർ ക്രെഡിറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത CA അല്ലെങ്കിൽ CMA, CFA അല്ലെങ്കിൽ ഫിനാൻസ് സ്പെഷ്യലൈസേഷനോടെ MBA, PG ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 21 മുതൽ 28 വയസ്സ് വരെ. അർഹരായവർക്ക് നിയമപ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ്. ശമ്പളം 36,000 മുതൽ 63,840 രൂപ വരെ. കേരളത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും പരീക്ഷാ കേന്ദ്രമുണ്ട്. ഓൺലൈൻ എഴുത്തു പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപേക്ഷാ ഫീസ് 1000 രൂപയാണ്. അംഗപരിമിതർക്കും പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കും 50 രൂപയാണ് അപേക്ഷാ ഫീസ്. GST തുകയും നൽകണം. മാനേജർ ഫോറക്സ്, മാനേജർ സൈബർ സെക്യൂരിറ്റി, സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി വിഭാഗങ്ങളിലും ഒഴിവുകളുണ്ട്. വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾക്കായി www.pnbindia.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ഫെബ്രുവരി 25. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നാവിക് ജനറൽ ഡ്യൂട്ടി തസ്തികയിലേക്ക് പുരുഷന്മാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ആകെ 260 ഒഴിവുകളാണ് നിലവിലുള്ളത്. കേരളം ഉൾപ്പെടുന്ന വെസ്റ്റ് റീജിയണിൽ 66 ഒഴിവുകളാണ് ഉള്ളത്. ഫിസിക്സ്, മാത്സ് വിഷയങ്ങൾ പഠിച്ച് +2 വിജയിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാനാകും. പ്രായം 18 മുതൽ 22 വയസ്സ് വരെ. അർഹരായവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് 300 രൂപയാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് ഇല്ല. കമ്പ്യൂട്ടർ അധിഷ്ഠിത എഴുത്തു പരീക്ഷ, കായികക്ഷമതാ പരീക്ഷ, വൈദ്യപരിശോധന, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾക്കായി joinIndianCoastGuard.cdac.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ഫെബ്രുവരി 27. കേരള സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയിൽ തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലേക്ക് അസിസ്റ്റൻറ്റ്, സ്റ്റെനോ ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അസിസ്റ്റൻറ്റ് തസ്തികയിൽ 4 ഒഴിവുകളാണ് ഉള്ളത്. ഏതെങ്കിലും ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ളവർക്ക് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനാകും. 30,995 രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത്. ഉദ്യോഗാർത്ഥികളുടെ പ്രായം 45 വയസ്സ് കവിയാൻ പാടില്ല. സ്റ്റെനോ ടൈപ്പിസ്റ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുവാനുള്ള യോഗ്യത 10ാം ക്ലാസ് ജയം, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ, കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഇംഗ്ലീഷ് മലയാളം ഷോർട്ട് ഹാൻഡ് എന്നിവയാണ്. പ്രായം 45 വയസ്സ് കവിയരുത്. സ്റ്റേറ്റ് സെൻട്രൽ ജീവനക്കാരായി വിരമിച്ചവർക്ക് 62 വയസ്സാണ് പ്രായപരിധി. 4 ഒഴിവുകളാണ് ഉള്ളത്. ശമ്പളം 22,290 രൂപയാണ്. 7ാം ക്ലാസ് വിജയിച്ചവർക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 4 ഒഴിവുകളാണ് ഉള്ളത്. പ്രായപരിധി 45 വയസ്സ്. ശമ്പളം 18,390 രൂപ. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ഫെബ്രുവരി 24. കൂടുതൽ വിവരങ്ങൾക്ക് www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സംസ്ഥാനത്തെ സർക്കാർ പൊതുമേഖല സ്വകാര്യ സ്ഥാപനങ്ങളിൽ അപ്രന്റീസ്ഷിപ്പിന് ത്രിവത്സര പോളിടെക്നിക് ഡിപ്ലോമ, BTech, BA, BSc, BCom യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അവസരം. 1000-ൽ പരം ഒഴിവുകളാണ് നിലവിലുള്ളത്. ചെന്നൈയിലെ ദക്ഷിണ മേഖല ബോർഡ് ഓഫ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങും സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കളമശ്ശേരി സൂപ്പർവൈസറി ഡെവലപ്മെൻറ്റ് സെൻറ്ററും ചേർന്നാണ് അപ്രന്റീസുകളെ തിരഞ്ഞെടുക്കുന്നത്. കോഴ്സ് പാസ്സായി 5 വർഷം കഴിയാത്തവർക്കും
അപ്രന്റീസ് ആക്ട് പ്രകാരം പരിശീലനം ലഭിക്കാത്തവർക്കും മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. ബിടെക്, BA, BSc, BCom യോഗ്യതയുള്ളവർക്ക് സ്റ്റൈപ്പൻഡായി 9,000 രൂപയും ഡിപ്ലോമയുള്ളവർക്ക് 8,000 രൂപയുമാണ് ലഭിക്കുന്നത്. ഇടുക്കി നെടുങ്കണ്ടം പോളിടെക്നിക് കോളേജിൽ ഫെബ്രുവരി 29 രാവിലെ 9 മണിക്കാണ് ഇൻ്റർവ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.sdcenter.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി 2024 ഫെബ്രുവരി 27. ഇടുക്കി ജില്ലയിലെ വിവിധ സർക്കാർ ഹോമിയോ ആശുപത്രികളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ഫെബ്രുവരി 21 വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു. നഴ്സ് കം ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി ഹോമിയോ പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾ വയസ്സ്, തിരിച്ചറിയൽ രേഖ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡും സഹിതം ഫെബ്രുവരി 21 രാവിലെ 10:30 തൊടുപുഴ തരണിയിൽ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന സെക്യൂരിറ്റി ഗാർഡ് പുരുഷ വിഭാഗത്തിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി ഫെബ്രുവരി 29 രാവിലെ 11 വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു. 8ാം ക്ലാസ് വിജയമാണ് വിദ്യാഭ്യാസ യോഗ്യത. കൂടാതെ മികച്ച ശാരീരിക യോഗ്യത ഉണ്ടായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളും അവയുടെ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0484 2386 000 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഒരു സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിൽ ഈഴവ വിഭാഗക്കാർക്കുള്ള ഒരു താൽക്കാലിക ഒഴിവ് നിലവിലുണ്ട്. യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യം. കേന്ദ്ര സംസ്ഥാന സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള 3 വർഷത്തെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 18 മുതൽ 41 വയസ്സ് വരെയാണ് പ്രായപരിധി. സംവരണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും. ഈഴവ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ മറ്റ് സംവരണ വിഭാഗക്കാരെയും പരിഗണിക്കുന്നതാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 21 യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കേരള ജുഡീഷ്യൽ സർവീസിൽ സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. NCA റെഗുലർ വിഭാഗങ്ങളിലായി 14 ഒഴിവുകളാണ് ഉള്ളത്. ശമ്പളം 77,840 മുതൽ 1,36,520 വരെ. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ഫെബ്രുവരി 25. വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾക്കായി hckrecruitment.keralacourts.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. ഈ ആഴ്ചയിലെ തൊഴിലവസര വാർത്തകൾ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.